ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് KPST സ്വദേശി മെഗാ ക്വിസ് നടത്തുന്ന സ്വദേശി മെഗാ ക്വിസ് 2026 LP UP HS വിഭാഗക്കാർക്കായിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാർട്ട് 4 വീഡിയോ ആണ്. ഈ 3 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യത്തിലേക്ക് കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് എപ്പോൾ? 1928 ലാലാ ലജ്പത് റായാണ് കൊണ്ടുവന്നത്. ഗാന്ധിജിയുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സ്വദേശ് അഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് എപ്പാണ്? 1937 അല്ലേ? ഗദ്ദാർ പാർട്ടിയുടെ നേതാവ് ആരാണ്? ലാലാ ഹർദയാനാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ലാലാ നിൽക്കുന്നതെങ്കിൽ ലാലാ ലജ്പത് റായാണ്, പക്ഷേ ലാലാ ഹർദയാനാണ് ആൻസർ. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ്. അതൊരാളെ പറ്റി നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ്. ഉപ്പ് സത്യാഗ്രഹ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. എന്നുവെച്ചാൽ ഇന്ത്യയിലെ ആളല്ല കേട്ടോ, പ്രഭു. നമ്മൾ പ്രഭുക്കൾ എന്ന് വിളിക്കുക അങ്ങ് ബ്രിട്ടീഷുകാരാണ് അല്ലേ. അപ്പം ഇർവിൻ പ്രഭുവാണ് എന്ത്? ഉപ്പ് സത്യാഗ്രഹ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി. എന്നുവെച്ചാൽ ഇന്ത്യക്കാരനല്ല കേട്ടോ. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഒരു എഴുത്തുകാരനാണ്. ജനഗണമനയൊക്കെ എഴുതിയ, നമ്മൾ ദേശീയഗാനമൊക്കെ എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ. ക്വിറ്റ് ഇന്ത്യ കാലസമയത്ത് ഒളിവിലിരുന്ന് റേഡിയോ പ്രക്ഷേപണം നടത്തിയത് ആരാണ്? ഉഷാ മേത്ത അല്ലേ. ഉഷാ മേത്തയാണ് എന്ത്? കിറ്റുന്ന സ്ഥലത്ത് ഒളിവിലിരുന്നിട്ട് റേഡിയോ പ്രക്ഷേപണം ഒക്കെ നടത്തിയത് ആരാണ്? ഉഷാ മേത്ത. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു അല്ലേ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം സിമ്പിളാണ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. സിമ്പിളാണ്. ആദ്യത്തിന് നമുക്ക് മംഗൾ പാണ്ഡെ എന്ന് എഴുതുക, 2 കുത്തിടുക, എന്നിട്ട് ദ റൈസിംഗ്. കുത്തുക, മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് വെച്ചാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ബോഡി നമ്മൾ കൊണ്ടുവെക്കുക അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ശാന്തിവനം. അപ്പം ഗാന്ധിജീൻ്റെ ഏതാണ് അന്ത്യവിശ്രമ സ്ഥലം? രാജ്ഘട്ടാണല്ലേ. നെഹ്റുവിൻ്റെ ശാന്തിവനം. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏത്? ടോൾസ്റ്റോയ് ഫാം അല്ലേ. നിങ്ങൾക്ക് സിമ്പിൾ ചോദ്യമാണ്, കുറേ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, 1857 സ്വാതന്ത്ര്യ സമയത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമര എന്ന് വിശേഷിപ്പിച്ചതാണ്? 1857 സ്വാതന്ത്ര്യ സമയത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര്? ഇതാണ് ചോദ്യം. VD സവർക്കർ അല്ലേ. VD സവർക്കർ. സ്വാതന്ത്ര്യ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ അല്ലേ. C രാജഗോപാലാചാരി ഗവർണറാണ്. അടുത്തത്, ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര്? ഫീനിക്സ് സെറ്റിൽമെൻറ്റ് അല്ലേ. എവിടെ സ്ഥാപിച്ചതാണ് ഗാന്ധിജി? ഡർബനിൽ അല്ലേ. ഡർബനിൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ചെറിയൊരു ബോണസ് ക്വസ്റ്റ്യൻ ഞാൻ ഈ വീഡിയോയിൽ ഇടാം. അപ്പോൾ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ അല്ലേ. ഏതാണ് സ്റ്റേഷൻ? അതാണ് നിങ്ങളുടെ ബോണസ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.